ആരാണ് ഈ ദയാബായ്? കേരള ജനത തിരസ്കരിക്കുമ്പോൾ ലോക ജനത ആദരിക്കുന്ന ഇവർ ആരെന്ന് നാം അറിയുന്നില്ല. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകയാണ് ദയാബായി എന്ന മേഴ്സി മാത്യു. നിയമബിരുദമെടുത്ത് മുംബൈയിലെ വിഖ്യാതമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MSW പഠിച്ചിറങ്ങിയ വ്യക്തി. വർഷത്തിൽ പാതിയും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പ്രശസ്ത യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസർ. ആദിവാസികളുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ 5 പതിറ്റാണ്ടിൽ ഏറെയായി മധ്യപ്രദേശിലെ ചിന്ദവാര ജില്ലയിലെ ബരുൾ എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ദയാബായി കേരളത്തിലെ പാലായിലെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിൽ മാത്യുവിൻ്റെയും ഏലിക്കുട്ടിയുടെയും 14 മക്കളിൽ മൂത്തവളായി 1940 ജനിച്ചു. മേഴ്സി മാത്യു എന്ന ദയാബായിക്ക് കന്യാസ്ത്രീയാകാനായിരുന്നു ആഗ്രഹമെങ്കിലും മധ്യപ്രദേശിലെ ആദിവാസി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനായി ആഗ്രഹിച്ച അവർ പിന്നീട് മഠത്തിലെ ജീവിതം ഉപേക്ഷിച്ച് പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. തുടർന്നുള്ള മേഴ്സി മാത്യുവിൻ്റെ ജീവിതം ഒരു ചരിത്രമായിരുന്നു. ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ആദിവാസികൾക്കും അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുമിടയിൽ ദീർഘകാലം സേവനം ചെയ്ത അവർ ബംഗ്ലാദേശിലെ യുദ്ധഭൂമിയിലുമെത്തി. പരുക്കേറ്റ മനുഷ്യരെ ശുശ്രൂഷിച്ചും ചിതറിക്കിടന്ന മൃതശരീരങ്ങൾ തോളിലേറ്റി മറവ് ചെയ്തുമെല്ലാം മനുഷ്യരുടെ മനുഷ്യത്വത്തിൻ്റെ ഓരം പറ്റി ജീവിതം ഒഴിഞ്ഞുവെച്ചു. 50 വർഷമായി മധ്യപ്രദേശിലെ ചിന്ദവാര ജില്ലയിലെ ബരുൾ എന്ന ഗ്രാമത്തിലാണ് അവരുടെ ജീവിതം. ആദ്യമായി ആ ഗ്രാമത്തിൽ പോയപ്പോൾ "നീ ആരാണ്? എന്തിനിവിടെ വന്നു? ഞങ്ങൾ കാട്ടിലെ കുരങ്ങന്മാരാണ്" എന്ന് ആത്മനിന്ദയോടെ പറഞ്ഞ ഊരുമൂപ്പൻ്റെ വാക്കുകളാണ് ഇന്നത്തെ വേഷമണിയാൻ ദയാബായിയെ പ്രേരിപ്പിച്ചത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം അവരുടെ വിശ്വാസം നേടണം. നഗരവാസികളെ ആദിവാസികൾക്ക് ഭയമാണ്. അവരുടെ വിശ്വാസം നേടാൻ ഞാൻ അവരുടെ വേഷം ധരിച്ചു, അവരുടെ ആഭരണങ്ങൾ അണിഞ്ഞു, അവരെപ്പോലെ മൺവീട് സ്വയം കെട്ടിയുണ്ടാക്കി അതിലുറങ്ങി, അവരുടെ കൂടെ പാടങ്ങളിൽ പണിയെടുത്തു. അവരുണ്ണുന്നതെന്തോ അതുമാത്രമുണ്ടു. ഒടുവിൽ ആ പാവങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീട് അവർ വിളിക്കുന്നത് ഭായി എന്നാണ്, ദയാബായി. ഇത് ദയാബായിയുടെ ജീവിതത്തിൻ്റെ ആമുഖം മാത്രമാണ്. മേഴ്സി മാത്യുവിനെ ദയാബായിയാക്കി മാറ്റിയ തിരസായിലെയും ബരുളിലെയും വഴികളിലേക്ക് അവർ എത്തുന്നതുവരെയുള്ള ജീവിതയാത്ര. ഈ പ്രദേശത്തെ ഗോണ്ട് വിഭാഗത്തിലെ ആദിവാസികൾക്കിടയിലാണ് ശരിക്കുള്ള ദയാബായി പിറവിയെടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് നർമ്മദയും ചെങ്ങറയും കാസർഗോട്ടെ എൻഡോൾ സൾഫാനും വരെ മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള നിരവധി സമരങ്ങളിൽ ജന്മം സമർപ്പിച്ചു. സമരമുഖങ്ങളിൽ നിന്ന് തിർസായിലേക്കും അവിടെ നിന്ന് തിരികെയുമുള്ള ദയാബായിയുടെ പ്രയാണം ഈ 80ൻ്റെ വൈകുന്നേരത്തും തുടരുകയാണ്.